ഹായ് ഗേൾസ്, ഈ വർഷത്തെ SSLC റിസൾട്ട് വന്ന സമയത്ത് നമ്മളുടെ എജുപോർട്ടിൽ നിന്നും ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ കുറച്ച് ലിസ്റ്റാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ 6000-ത്തിലധികം കുട്ടികൾക്കാണ് നമ്മളുടെ എജുപോർട്ടിൽ നിന്നും ഈ വർഷം ഫുൾ A+ നേടാൻ കഴിഞ്ഞത്. നിങ്ങളുടെ സ്കൂളിലേക്ക് പോയ സമയത്ത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ സ്കൂളിന്റെ മുന്നിൽ വലിയ ബാനർ തൂങ്ങിയിട്ടുണ്ടാവും അല്ലെ, SSLC വിജയത്തിളക്കം, SSLCയിൽ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ ഫോട്ടോസ് ഉണ്ടാവും. അപ്പൊ ഇത് കണ്ട സമയത്ത് നിങ്ങളുടെ ഉള്ളിലൊക്കെ തോന്നിയിട്ടില്ലേ, ഒരു ആഗ്രഹം വന്നിട്ടില്ലേ, എങ്ങനെയെങ്കിലും SSLCയിൽ ഫുൾ A+ വാങ്ങണം, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ സ്കൂളിന്റെ മുന്നിൽ തന്നെ എൻ്റെ ഫോട്ടോ വരണം ഫുൾ A+ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും ഒരു അഭിമാനമാവണം, എൻ്റെ സ്കൂളിന് ഒരു അഭിമാനമാവണം എന്ന് ഉള്ളിൽ എങ്ങനെയായാലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. സർവ്വസ്വാഭാവികം അല്ലേ? ഇതെങ്ങനെയാണ് നമുക്ക് നേടാൻ കഴിയുക? എനിക്ക് 8A+ ആയിരുന്നു SSLCയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 8A+ ഉണ്ടായപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. ഞാൻ അത്രയും നന്നായിട്ട് പഠിച്ചിട്ടും എനിക്ക് എവിടെയോ കുറഞ്ഞ മാർക്കിന് അവിടെ എനിക്ക് A+ പോയി. അപ്പൊ ഈ ഒരു 8A+, 9A+ കിട്ടിയ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അധികവും 90% പഠിക്കാത്തതുകൊണ്ട് ആവില്ല. എന്തെങ്കിലും 1 മാർക്കോ 2 മാർക്കോ ഡിഫറൻസിലായിരിക്കും നമുക്ക് A+ പോയിട്ടുണ്ടാവുക. ഇതെങ്ങനെയാ നമ്മൾ പരിഹരിക്കുക? അതിനുള്ള വലിയൊരു സൊല്യൂഷൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്, ഗ്രേസ് മാർക്ക്. ഈ ഗ്രേസ് മാർക്കിലൂടെ നിങ്ങൾക്ക് ഈ ഒരു 8A+ നിന്നും 9A+ നിന്നും ഡയറക്ട്ലി 10A+ ചാടാൻ കഴിയാണ്. അപ്പൊ ഈ ഒരു ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് നമ്മളുടെ 8ാം ക്ലാസ് മുതൽ നിങ്ങൾ തുടങ്ങിയേ പറ്റൂ. ഇപ്പോഴാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് സംഘടനകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതുപോലെ JRC, NCC, SPC, ലിറ്റിൽ കൈറ്റ്സ്, അതുപോലെ ക്ലബ്ബുകൾ ഉണ്ടാവും, സയൻസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കുറേ ക്ലബ്ബുകളും ഉണ്ടാവും. അപ്പൊ ഇതിലൊക്കെ അംഗമാവുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നത്. ഇതിലൊക്കെ അംഗമാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് ഇനി നിങ്ങളെടുത്ത് വരും, JRCയിൽ കൂടാൻ താല്പര്യമുണ്ടോ, NCCയിൽ കൂടാൻ താല്പര്യമുണ്ടോ, ഇത് ചോദിച്ച് നിങ്ങളെടുത്ത് വരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമായിരിക്കും, ഇതിൽ കൂടിയാൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. എൻ്റെ ഉള്ളിൽ വന്ന അത് തന്നെയായിരുന്നു. എൻ്റെ 8ാം ക്ലാസ്സിൽ നിന്ന് എൻ്റെ ടീച്ചർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, JRCയിൽ കൂടുന്നില്ലേ ഹനീന എന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോൾ വേണ്ട, എനിക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലോ, ഞാൻ അതിൻ്റെ ബാക്കിൽ തന്നെ ആയി പോകുന്നു, എവിടെയോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. അതുകൊണ്ട് ഞാൻ കൂടിയില്ല. രണ്ടാമതും മിസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് വന്നു. പക്ഷെ അതിൻ്റെ സങ്കടം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എൻ്റെ 10th ഞാൻ 8ാം ക്ലാസ്സിലെടുത്ത ഏറ്റവും മോശപ്പെട്ട തീരുമാനം അത് തന്നെയാണെന്ന് എനിക്ക് പിന്നെ തോന്നി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, JRC ആയാലും NCC ആയാലും SPC ആയാലും നിങ്ങൾക്ക് അക്കാഡമിക്സിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് പഠിക്കണം എന്ന് ഒരു ദൃഢനിശ്ചയം ഉള്ളിലുണ്ട് എങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കും. നിങ്ങൾ എന്ത് വന്നാലും നിങ്ങൾ ഉഷാറായിട്ട് പഠിച്ചിരിക്കും. അതിന് ഇതൊന്നും ഒരു തടസ്സമല്ല. ഈ ഒരു സംഘടനകളിൽ കൂടുന്നതിലൂടെ നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. കൂടുതൽ ആളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ലൊരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്കൂളും ഈ ഒരു പഠനവും അതിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള ചെറിയ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് എന്തായാലും സ്കൂളിൽ വേണം. ഞാൻ ഒരിക്കലും പറയില്ല ഒരു വീട്ടിൽ അടഞ്ഞിരുന്ന് അല്ലെങ്കിൽ ഒരു ബെഞ്ചിലിരുന്ന് ബാക്കിയുള്ളവരൊന്നും നോക്കണ്ട, പഠിക്കുക ആ ഒരു ചിന്ത മാത്രം വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബാക്കിയുള്ള നിങ്ങൾക്ക് ഫ്രണ്ട്സ് വേണം, ബാക്കിയുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അതുപോലെ ഇതുപോലെയുള്ള ക്ലബ്ബുകളിലും ഇതുപോലെ NCC, SPC ഇതിലൊക്കെ നിങ്ങൾ കൂടണം. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ അക്കാഡമിക്സ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അപ്പോഴാണ് നിങ്ങൾ നല്ലൊരു പേഴ്സൺ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയൊരു സംശയമായിരിക്കും, മിസ് പറഞ്ഞ പോലെ JRCയിലും NCCയിലും SPCയിലും ഒക്കെ കൂടാൻ ഓക്കെയാണ്, പക്ഷെ എങ്ങനെയാണ് ഞാൻ അതിൽ ചേരുക, അല്ലെങ്കിൽ എത്ര ഗ്രേസ് മാർക്കാണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ളത്. യെസ്, അപ്പോൾ നമ്മളുടെ ലിറ്റിൽ കൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഓൺലൈൻ എക്സാമിനേഷനിലൂടെയാണ് ലിറ്റിൽ കൈറ്റ്സ് ഉള്ളത്. ലിറ്റിൽ കൈറ്റ്സിന്റെ ഒരു ഓൺലൈൻ എക്സാമിലൂടെയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. ഇതിൽ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഗ്രേസ് മാർക്ക് 24 മാർക്കാണ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കായിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ NCC എടുക്കുകയാണെങ്കിൽ NCCയിൽ നമുക്ക് റിട്ടൺ ടെക്സ്റ്റും ഉണ്ടാവും, അതുപോലെ ഫിസിക്കൽ എക്സാമും ഉണ്ടാവും. ഫിസിക്കൽ എക്സാം പറയുമ്പോൾ ഓട്ടവും ചാട്ടവും നമ്മളുടെ പോലീസ് സെലക്ഷൻ ഒക്കെ അല്ലേ, അതുപോലെ തന്നെയാണ് നമ്മളുടെ NCCന്റെ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 20ഓളം മാർക്കാണ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കായിട്ട് കിട്ടാൻ പോകുന്നത്. ഇതിൽ ചെറിയ ബോണസും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു നാഷണൽ ഇവന്റിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്കോളം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ റിപ്പബ്ലിക് പരേഡിൽ നിങ്ങൾക്ക് അംഗമാവാൻ സാധിക്കുകയാണെങ്കിൽ 48 മാർക്കോളാണ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ആളാണ് നമ്മുടെ SPCനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ റിട്ടൺ എക്സാമും ഫിസിക്കൽ ടെസ്റ്റും തന്നെയാണ് നമ്മളുടെ SPCക്ക് ഉള്ളത്. SPCക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 20ഓളം മാർക്കാണ് കേട്ടോ. പക്ഷെ SPCയിൽ ഒരുപാട് ആൾക്കാർക്കൊന്നും നിങ്ങൾക്ക്
അംഗമാകാൻ കഴിയില്ല. ഒരു സ്കൂളിൽ നിന്നും 22 ആൺകുട്ടികളും 22 പെൺകുട്ടികളും ആയിരിക്കും SPCക്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മളുടെ JRC. JRC എല്ലാവരും എന്തായാലും കണ്ടിട്ടുണ്ടാവും അല്ലെ? JRCനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ സ്കൂളിലും കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സംഘടനയാണ് JRC എന്ന് പറയുന്നത്, ജൂനിയർ റെഡ് ക്രോസ്. അപ്പൊ ഇതൊരു റിട്ടേൺ ടെസ്റ്റിലൂടെയാണ് ഈ JRCയിൽ സെലക്ഷൻ അവർ നടത്തുക. അതുപോലെ ഇതിന്റെ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ ഭാഗമാവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. സോ നമ്മളുടെ 8ാം ക്ലാസ്സിലാണ് ഇതിനൊക്കെയുള്ള അവസരം, ഒരു സുവർണാവസരം നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക. റിട്ടേൺ ടെസ്റ്റ് ആണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് യൂട്യൂബിലൊക്കെ കുറേ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോയി എഴുതുക. ഏതെങ്കിലും ഒരു JRCയിൽ അംഗമാവുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ഒരു സംഘടനയിൽ അംഗമാവാൻ സാധിക്കുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ, കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ഇതിൽ ഏത് സംഘടനയാണ് ഉള്ളത് എന്നും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല, അവർ വെറുതെ നിങ്ങളെപ്പോലെ എന്നെപ്പോലെ വിചാരിക്കുന്നവരായിരിക്കും മിക്കവാറും. ഇതിൽ പങ്കെടുത്താൽ എനിക്ക് അക്കാഡമിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെ എങ്ങനെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എടാ, ഇതൊരു സുവർണാവസരമാണ്. നിങ്ങൾ ഡോണ്ട് മിസ് ഇറ്റ്. എന്നെപ്പോലെ നിങ്ങൾ ആവരുത്. സോ എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എല്ലാത്തിലും ജോയിൻ ചെയ്യുക. എല്ലാത്തിലും അല്ല, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആൻഡ് നമ്മളുടെ 8ാം ക്ലാസ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം ബേസിക്സ് മുതൽ പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. നമ്മളുടെ ക്ലാസ് 8ന്റെ സൂപ്പർ ബാച്ച് ഇപ്പം 3999 ബാച്ച് 2999 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഈ ഓഫർ തീരുന്നതിന് മുന്നേ പെട്ടെന്ന് ജോയിൻ ചെയ്തോ. ആൻഡ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.